ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് വെജ് ഫ്രൈഡ് റൈസ് നമ്മൾ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നാണ്. മിക്കവർക്കും സംഭവിക്കുന്നതാണ് വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി റൈസ് വേവിച്ച് കഴിയുമ്പോൾ കൂടുതൽ വെന്ത് പോവുക, കുഴഞ്ഞു പോവുക, അല്ലെങ്കിൽ ഇളക്കി കഴിയുമ്പോൾ പൊടിഞ്ഞു പോവുക. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ പറയുകയും വേണ്ട. അപ്പോൾ അങ്ങനെ അരി വെന്ത് പോവുകയോ പൊടിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഒരു നമ്മൾ കേറ്ററിംഗ് സ്റ്റൈലിൽ ഒരു വെജ് ഫ്രൈഡ് റൈസ് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 1/2 കിലോ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി ഒരു 15 മിനിറ്റോളം വെള്ളത്തിൽ കുതിരാനിട്ടിട്ട് എടുത്തതാണ്. 1/2 കിലോയ്ക്ക് 750 ml വെള്ളമാണ് ഒഴിച്ചു വെക്കേണ്ടത്. അതായത് 1 കിലോയ്ക്ക് 1.5 ലിറ്റർ വെള്ളം. അതാണ് അതിൻ്റെ കണക്ക്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരി വെന്ത് കുഴഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയോ അങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറിന് അടപ്പിട്ട് മൂടി വെച്ച് ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി. ഒരു വിസിൽ അടിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് അന്നേരം തന്നെ അതിൻ്റെ വിസിൽ ഊരി എയർ കളഞ്ഞ് വെക്കാം. അരി വെന്ത് റെഡിയാകുമ്പോഴേക്കും നമുക്ക് ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം. കുറച്ച് ക്യാരറ്റും ബീൻസും എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒരു സവോളയും കൂടി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മുടെ കുക്കർ ഇവിടെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം അരി വേവിക്കാൻ. എന്നിട്ടൊരു വിസിൽ വരുമ്പോഴാണ് ഓഫ് ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ മുകളിലത്തെ വിസിൽ ഊരി മാറ്റി എയർ കളഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് ചൂട് പോകാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മുടെ റൈസ് ഇവിടെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും, അങ്ങനെയുള്ള പ്രശ്നം വരും. നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിച്ച് വേവിച്ചത് കാരണം ഒരു കുഴപ്പമില്ലാതെ റൈസ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ വഴറ്റിയെടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നതേ ഉള്ളൂ. ഒത്തിരി വഴണ്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ രുചി നമുക്ക് കിട്ടത്തില്ല. കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. തീ നല്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഒത്തിരി അങ്ങോട്ട് നമ്മൾ പച്ചക്കറി വഴട്ടുന്ന പോലെ വഴറ്റിയെടുത്ത് വേവിച്ച് കളയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
കുറച്ച് കുരുമുളക് പൊടി അതും കൂടി ഒന്ന് തൂളി കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നേരത്തെ നമ്മൾ എടുത്ത് തണുക്കാൻ വെച്ചത് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പച്ചക്കറിയൊക്കെ വഴറ്റിയെടുക്കാവുള്ളൂ. റൈസ് ചൂടോടുകൂടി നമ്മൾ പച്ചക്കറിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ റൈസ് നമ്മുടെ പൊടിയാൻ സാധ്യതയുണ്ട്. നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് തണുത്ത റൈസ് നമ്മൾ ഇട്ട് കൊടുത്ത് ഇളക്കുന്ന കാരണം ഒടിഞ്ഞു പോവുക പൊടിഞ്ഞു പോകുമെന്ന് പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും, 1 മണി റൈസ് പോലും നമ്മുടെ ഒടിഞ്ഞു പോകുമോ അങ്ങനെയുള്ളൊരു പ്രശ്നം പോലും വന്നിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തന്നെ എല്ലാവർക്കും ഒന്നും അറിയത്തില്ലാത്തവർക്ക് പോലും ഇങ്ങനെ കുക്കറിൽ അരി വേവിച്ച് നല്ല അടിപൊളിയായിട്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാവുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.